എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ സിഗ്നേച്ചർ റെസിപ്പീസ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു ചിക്കൻ സമോസ എങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു സവോള കട്ട് ചെയ്തത്, ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതുപോലെ തന്നെ ഗ്രീൻ ചില്ലി കട്ട് ചെയ്തത്. ഗ്രീൻ ചില്ലി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ആഡ് ചെയ്യാം. ചിക്കനിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഞാൻ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് മല്ലിയില കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സമോസയുടെ മിക്സ് റെഡിയായി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സമോസ ഷീറ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 ഗ്ലാസ് മൈദ, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഓയിൽ, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇങ്ങനെ പരത്തുന്ന പോലെ ഇതിനെ പരത്തിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ 4 പോർഷനായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ബിഗ് പോർഷനില്ലേ, ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ മിക്സ് ആഡ് ചെയ്തതിന് ശേഷം എല്ലാ സൈഡും നന്നായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സമോസ ഷീറ്റ് ഇതുപോലെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇത് വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ മിക്സ് ഉണ്ടാക്കിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സമോസ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ ഇങ്ങനെ ഷീറ്റ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഷേപ്പിലൊക്കെ സമോസ ഉണ്ടാക്കിയെടുക്കാം. ഒരു ടീസ്പൂൺ മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കി എടുത്തതാണ്. ഇത് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ സൈഡെല്ലാം ഇതുപോലെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഓയിൽ നന്നായി തിളച്ചതിന് ശേഷം ഫ്ലെയിം മീഡിയം ആക്കുക. എന്നിട്ട് നമ്മുടെ സമോസയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നിടം വരെയും ബൈ.